ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അങ്ങനെ രാവിലത്തെ എക്സസൈസൊക്കെ കഴിഞ്ഞാണ്ട് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ പോരുന്ന വഴിക്ക് കുറച്ച് ബീഫും വാങ്ങി പോരണം. കാരണം ഇന്ന് കുറച്ച് കാറ്ററിംഗ് വർക്ക് ഉണ്ട്. അപ്പം ബീഫ് ബിരിയാണിയാണ്. അപ്പം ബീഫൊക്കെ വാങ്ങിയിട്ടാണ് പോരുന്നത്. അതേപോലെ ബീഫ് മാത്രമല്ല കേട്ടോ, നമ്മളെ 5 കിലോനാകുമ്പോൾ എൻ്റെ അടുത്ത് ചെമ്പ് കുറവാണ്. 4 കിലോന് വരെ എൻ്റെ ചെമ്പിൽ പോവും. 5 കിലോ മുതൽ ഞാൻ വാടകയ്ക്ക് എടുക്കലാണ്. അപ്പം അങ്ങനെ ചെമ്പൊക്കെ വാങ്ങി വീട്ടിലെത്തിയപ്പോൾ തന്നെ മക്കളൊക്കെ എണീച്ച് കരച്ചിൽ തുടങ്ങിയിരിക്കണം അതും. അങ്ങനെ ഞാൻ അവർക്കുള്ള ചായയും കടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ. ആദ്യം തന്നെ ബീഫൊക്കെ നല്ലോണം കഴുകിയിട്ട് വെള്ളം വാരാൻ വെക്കുകയാണ്. അതേപോലെ രാവിലെ ആകുമ്പോൾ നാണിപ്പാക്ക ഉണ്ടാകും കുറച്ചൊക്കെ സഹായത്തിന്. അപ്പം ഇന്നലെ രാത്രിയൊന്നും ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കിടന്നതാണ്. നമ്മളെല്ലാവരും ഒത്തുകൂടലൊക്കെ അല്ലേ ഇനിയോ അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ എല്ലാവരും പോയി. പിന്നെ വൈകുന്നേരം അങ്ങനെ ഉള്ളി തൊലി കളയാനോ അങ്ങനെ ഒന്നും നിന്നില്ല കേട്ടോ. ഒക്കെ ഇനി രാവിലെ എടുക്കുക വിചാരിച്ച് അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ ആകുമ്പം ഒരു ഹറി ബറിയേക്കാരം. എന്നാലും എങ്ങനെ നേരം വൈകി വെച്ചാലും കസ്റ്റമർ വിളിക്കുമ്പോൾ തന്നെ എൻ്റെ ഒക്കെ റെഡിയാക്കി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അത് നമുക്കൊരു വിശ്വാസമാണല്ലോ ആ സമയത്തിന് എൻ്റെ ഇത് കഴിയുന്നുള്ളൊരു വിശ്വാസം അതുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കൊക്കെ നടക്കുകയുള്ളൂ, മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെ ചായയും കാര്യങ്ങളും കടി ഉണ്ടാക്കലൊന്നും പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല. ബിരിയാണി മാത്രം ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ പുറത്തൊക്കെ അടുപ്പ് കത്തിച്ചു, ചെമ്പൊക്കെ കേക്കിങ്ങാണ്ട് അതൊക്കെ അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ ഞാനേക്ക് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ച് കൊടുക്കണത്. അപ്പം 6 കിലോ ബീഫും 5 കിലോ റൈസുമാണ്. അപ്പോൾ ഒരു 3 കിലോ സവാള ഞാൻ തൊലി കളഞ്ഞെടുത്തുകൊണ്ട് പൊരിക്കാനും തൈരിക്കൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സവാളയാണ് ഞാനിതൊക്കെ ഇട്ട് കൊടുത്തത്. അങ്ങനെ നമ്മളെ സവാളയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ട് കൊടുത്തു. പിന്നെ ബീഫ് ആകുമ്പോൾ ഞാൻ ചെറിയുള്ളി ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളകും ചെറിയുള്ളിയും ചതച്ചത് അതും ചേർത്ത് കൊടുത്തു. പിന്നെ തക്കാളി അതും കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുത്ത്. മഞ്ഞൾപ്പൊടി, അതേപോലെ പെരുംജീരകപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, ബീഫ് മസാല, ബിരിയാണി മസാല, അങ്ങനെ അതൊക്കെ ഇട്ടെടുത്ത് അളവും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാണിച്ചതാണ് 1 kgക്കുള്ള അളവൊക്കെ. അപ്പോൾ അത് 6 കിലോനാണ്. അപ്പോൾ അതിനനുസരിച്ചെങ്ങാണ്ട് 6 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കിലോനിക്ക് 1 ടീസ്പൂണാണ് നമ്മൾ ബിരിയാണി മസാല ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ചെറുനാരങ്ങൻ്റെ നീര്, അതേപോലെ ഒരു 6 ചെറുനാരങ്ങൻ്റെ നീര് കൊടുത്തിക്കണം. 1 കിലോന് 1 നാരങ്ങ രീതിയിൽ അങ്ങനെയാണ് ഞാൻ എടുക്കൽ. പുളിക്ക് ചെറുനാരങ്ങൻ്റെ നീരും അതേപോലെ വിനാഗിരിയും തൈരും അതൊക്കെ ഒഴിച്ചു കൊടുത്തേക്കണേ. ഇനി പിന്നെ മല്ലിച്ചപ്പും പുതിനും ഞാൻ കൈ നിറച്ച് 2 പിടി ഇട്ട് കൊടുത്തേക്കണം. തൈരൊക്കെ നമ്മൾ 1 കിലോനിക്ക് ഒരു 200 ഗ്രാം തൈര് വെച്ചുകൊണ്ട് അങ്ങനെയായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തേക്കണത്. അപ്പോൾ ഒരു 1.5 പാക്ക് ഞാൻ ചേർത്ത് കൊടുത്തേക്കണം. പിന്നെ ബീഫ് കഴുകി വാരി വെച്ചിക്കണമല്ലോ, അതൊക്കെ ഇട്ടെടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത്. മിക്സിങ് ആണല്ലോ മെയിൻ. അപ്പോൾ നാണിപ്പാക്ക ഉണ്ടായിനി അവിടെ. അപ്പോൾ നാണിപ്പാക്കാനോട് അതൊന്ന് ഇളക്കി തരി ഇറങ്ങാണ്ട് അങ്ങനെ ഇളക്കിച്ചേക്കാണ്. കാരണം അതിൻ്റെ എല്ലാ ഭാഗത്തും അത് എത്തണമല്ലോ. ഇപ്പോൾ വിനാഗിരി ഒഴിച്ചിട്ടില്ല, ഇനി അതും കുറച്ച് ഒഴിച്ചു കൊടുത്തു.
ബീഫ് ഞാനൊരു ഹാഫ് വേവ് ഇങ്ങനെ അടച്ചു വെച്ചിട്ടും മിക്സ് ചെയ്തിട്ടും അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ ആ ഒരു ഹാഫ് വേവ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 6 കിലോനൊക്കെ പടം നമുക്ക് കുക്കറിലിടാൻ കഴിയണില്ല, പിന്നെ 2 കുക്കറൊക്കെ എടുക്കണം. അപ്പം ഞാൻ അതിന് നിന്നിട്ടില്ല. അപ്പം അങ്ങനെ വേകുമ്പോഴത്തേന് അരിയൊക്കെ നല്ലോണം കഴുകിയിട്ട് വാരി വെക്കട്ടെ. നമ്മളിപ്പോൾ മസാല ഉണ്ടാക്കി എടുക്കുകയാണെങ്കിലും അതിക്ക് കുറച്ച് ആർക്കേജിൻ്റെ നെയ്യൊന്ന് ഒഴിച്ച് കൊടുത്താൽ ടേസ്റ്റ് കൂടുട്ടോ മസാലക്ക്. അപ്പം നെയ്യ് നല്ലോണം ഉരുകാൻ വേണ്ടിക്കാണ്ട് ഞാൻ അടുപ്പിൻ്റെ കല്ലുമ്മ തന്നെ വെച്ചേക്കാണ്. അപ്പം ഞാൻ നെയ്ച്ചോറാക്കി കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കണത്. കാരണം കുറച്ചധികം ചോറൊക്കെ ആണെങ്കിൽ തിളപ്പിച്ച് വിട്ടാൻ 2 ആൾ വേണം. അപ്പം നെയ്ച്ചോറാക്കി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നാണിപ്പാക്കാണെങ്കിൽ ഇപ്പോൾ കടയിലേക്ക് പോവുകയും ചെയ്തു. അപ്പം ഇനി ഹെൽപ്പിന് ഉണ്ടാവില്ല. തിളച്ചിങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഊറ്റിയിടണമല്ലോ. അപ്പം അതിന് നമുക്ക് 2 ആൾ വേണം. എന്തായാലും നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തുകൊണ്ടേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക അങ്ങനെയൊക്കെ ഇട്ടെടുത്ത് പിന്നെ ഞാൻ നെയ്ച്ചോറിന് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന തോതിൽ അങ്ങനെ അളന്ന് വെച്ചിനി അതൊക്കെ ഒഴിച്ചു കൊടുത്തു. അതുപോലെ നെയ്ച്ചോറിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റൊക്കെ കാരണം ഇഞ്ചി വെളുത്തുള്ളി ചതവ് അത് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, ക്യാരറ്റ് ഇട്ടെടുത്ത് കണ്ടൊന്ന് തിളപ്പിക്കാൻ വെക്കുക. അങ്ങനെ മസാലയും സെറ്റായി ചോറിനുള്ള അരി തിളച്ചും വരണം. അപ്പോൾ സമാധാനത്തിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കിയെടുത്ത് അതൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് കണ്ട് കുടിക്കുകയാണ്. നമ്മൾ ഈ ചോറ് തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിയുകയാണെങ്കിൽ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കൂല, പൊട്ടിപ്പോവില്ല, അങ്ങനെ പലവിധ ഗുണങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഒരു നാരങ്ങൻ്റെ നീരട്ടേക്ക് ഒഴിച്ചെടുത്തത് നമുക്ക് തിളച്ചിട്ട് അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ വെട്ടി തിളച്ച് വരുന്നുണ്ട്. അപ്പം ഊറ്റി വെച്ച് അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ അരി ഇട്ട് കൊടുക്കുമ്പോഴേ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കും. നമ്മൾ ബീഫിൽ വെള്ളം ഇറങ്ങിക്കണം, വെള്ളം വേണം കേട്ടോ, എന്നാലേ നമ്മളെ മസാലയൊക്കെ ഒന്ന് സെറ്റായി നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പൊരിച്ച ഉള്ളി ഉണ്ടല്ലോ അത് ഈ മസാലൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ചിട്ട് കൊടുത്തു. നമുക്ക് വാഴൻ്റെ ഇല വെച്ച് കൊടുക്കാം. വാഴൻ്റെ ഇല പിന്നെ ഞാനൊന്ന് പൊട്ടിച്ചിങ്ങനെ കൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ ചോറ് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കുകയാണ്. മോനുണ്ടായിന്, അപ്പോൾ ഓനെ വിളിച്ചുകൊണ്ടാണ് ഇറക്കി വെക്കണത്. അപ്പം നമുക്ക് ചോറൊക്കെ ലെയറായി കണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
ദമ്മിട്ടിട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം കത്തിച്ച് കൊടുക്കണം, കാരണം ബീഫാണല്ലോ, പകുതി വേവല്ലേ ആയിട്ടുള്ളൂ, ഇനിയും വേവാണ്ട്. അപ്പം തീയൊക്കെ ഒന്ന് കുറച്ച് നേരം കത്തിച്ചിട്ട് പിന്നെ ഞാൻ ഒരു കനലിങ്ങനെ ഒരു വിറകും കൊള്ളി ഇങ്ങനെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നേരം ഇങ്ങനെ കത്തിച്ച് കൊടുത്തു കേട്ടോ. എന്നാലേ നമ്മളെ ബീഫ് കറക്റ്റ് വേവാവുള്ളൂ. അങ്ങനെ നമ്മളെ ബീഫ് ബിരിയാണി സെറ്റായി. അങ്ങനെ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് അധികം ഉണ്ടായിന്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തൈരും അച്ചാറും ഒക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. 12:30 ആകുമ്പോഴത്തേന് കസ്റ്റമർ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് പിന്നെ ആദ്യം അതും അംഗൻവാടിക്ക് പോയിട്ടില്ല, അപ്പോൾ അവരുണ്ട് ഇവിടെ. അങ്ങനെ നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ എല്ലാവരും. 5 കിലോ മുതൽ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ പ്ലേറ്റും ഗ്ലാസും കൊടുക്കൽ. കാരണം 4 കിലോനൊന്നൊക്കെ ആണെങ്കിൽ ഞാൻ പ്ലേറ്റും ഗ്ലാസും കൊടുക്കലില്ല. 5 കിലോനാകുമ്പോൾ അത് എത്ര ആൾക്കാച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പ്ലേറ്റും ഗ്ലാസും വെച്ച് കൊടുക്കും. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മളെ ക്ലീനിങ്ങും കുക്കിങ്ങും നമുക്കുള്ള എല്ലാ സംഭവങ്ങളും അതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ കസ്റ്റമർ വന്നിക്കണം കേട്ടോ. ഒരു വണ്ടി പറഞ്ഞയച്ചേക്കാണ്. അപ്പോൾ ഞാനൊക്കെ സിറ്റ് ഔട്ടൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കണം. അപ്പോൾ വണ്ടി അയാൾ മേലേക്ക് കയറ്റാൻ നോക്കട്ടെ ഇറങ്ങാണ്ട് അങ്ങനെ കയറ്റാൻ പോയിക്കാണ്. പിന്നെ ഓൽക്ക് ഈ ചോറ് പൊട്ടിച്ച് വിളമ്പാൻ വേണ്ടിങ്ങാണ്ട് ഒരു ചെമ്പ് അതും വെച്ച് കൊടുത്തേക്കണ്. പിന്നെ ഓൽക്ക് ചോറ് പൊട്ടിച്ചിടാൻ വേണ്ടിങ്ങാണ്ട് ഒരു ചെമ്പുണ്ട്, അതും ഞാൻ അതിൽ വെച്ച് കൊടുത്തേക്കാണ്. അങ്ങനെ അയാൾ വണ്ടിയും കൊണ്ട് നമ്മളെ പടിക്കൊക്കെ വന്ന്. അപ്പം അങ്ങനെ ഞാനും മോനും ഓട്ടോയ്ക്ക് വെച്ചെടുത്തത്. വണ്ടിക്കാർ അങ്ങനെ ഓലെന്നെ കയറ്റലുണ്ട്, കാരണം അയാൾക്ക് എന്തോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ മോനിനോട് പറഞ്ഞ് നമുക്ക് ഉണ്ടാക്കും വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ വെച്ച് കൊടുത്തു. ഇന്നത്തെ കാറ്ററിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.